എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല. ചില ദിവസമാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ളൊരു ദിവസത്തെ ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അരിയെടുത്ത് കഴുകി കുക്കറിലിട്ട്, ഇവിടെ ഞാൻ മിക്കതും കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കുക. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറിട്ടതിന് ശേഷമാണ് കറിക്ക് വേണ്ട കാര്യങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ എടുക്കാതെ ആ കറിക്ക് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് എടുക്കും. അത് കഴിഞ്ഞ് ഞാൻ ക്യാബേജ് ചെറുതാക്കി അരിയാനായിട്ട് നോക്കുവാണ്. ഞാനാണെങ്കിൽ എല്ലാ സൺഡേയ്സും ഒരു വീക്കിലേക്ക് എന്തൊക്കെ പച്ചക്കറി വേണം അതൊന്ന് പ്ലാനാക്കി സൺഡേ പോയി വാങ്ങി വയ്ക്കും. ഓരോ വീക്കിലേക്കുള്ള പച്ചക്കറി മാത്രമേ ഞാൻ വാങ്ങി വയ്ക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ക്യാബേജിലേക്ക് തേങ്ങ ചിരണ്ടിയിട്ട്, പിന്നെ ഞാൻ കുറച്ച് സവാള, ഇഞ്ചി ചതച്ചത്, വേപ്പില, പിന്നെ അടുത്തതായിട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. കൂടുതലായിട്ട് ഇതിൽ പച്ചമുളക് യൂസ് ചെയ്യുന്നതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ആഡാക്കി. ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് നല്ല നാടൻ എരിവുള്ള മുളകില്ലേ, അതാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. മുളകും കൂടെ ഇട്ട് പിന്നെ വെളിച്ചെണ്ണയും കൂടെ എടുത്ത് നല്ല രീതിക്ക് കൈവച്ച് ഇതൊന്ന് മിക്സ് ആക്കുവാണ്. കൈവച്ച് മിക്സ് ആക്കുമ്പോൾ ഈ മുളകിൻ്റെയും ഇഞ്ചിയുടെയും ഫ്ലേവർ ക്യാബേജിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈവച്ച് മിക്സ് ആക്കുന്നത്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് കൂടെ ഇട്ട്, പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉഴുന്നും കൂടെ കഴുകിയിടുന്നുണ്ട്. ആ ഉഴുന്നിൻ്റെ ഒരു ഫ്ലേവറും അത് കടിക്കുമ്പോൾ ഒരു രുചി വേറെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉഴുന്നും കൂടെ ആഡാക്കിയത്. അത് എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജും കൂടെ ആഡാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കണം. മൂടി കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിടയ്ക്ക് നമ്മളത് തുറന്ന് ഇളക്കി കൂടെ കൊടുക്കണം. അതിനിടയിൽ നമ്മൾ വെച്ച ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കാര്യങ്ങളൊക്കെ വെന്തതെല്ലാം കറക്റ്റായി. ചോറ് ഊറ്റി വരുമ്പോഴേക്കും ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. എല്ലാം പക്കയായിട്ട് കിട്ടിയിരുന്നു. അതോടുകൂടി നമ്മുടെ ഉച്ചയൂണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ്